കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പിഴവ് ഉണ്ടായില്ലെന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ വാദം തള്ളി കുടുംബം. കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസൺ ക്ഷമ പറഞ്ഞുവെന്ന് കുട്ടിയുടെ കുടുംബം ആവർത്തിച്ചു. പിഴവ് പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഖേദപ്രകടനം നടത്തിയതെന്നാണ് മാതാപിതാക്കളുടെ ചോദ്യം. 6 വയസ്സുകാരെ കൊണ്ട് കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത് ഇടത് കൈയിലെ ശസ്ത്രക്രിയയ്ക്ക്. എന്നാൽ ആദ്യം ശസ്ത്രക്രിയ ചെയ്തത് നാവിൽ. ഡോക്ടർക്ക് വീഴ്ച പറ്റിയില്ലെന്നും നാവിലെ വൈകല്യത്തിന് പ്രാധാന്യം നൽകിയതാണെന്നും ഡോക്ടർമാരുടെ സംഘടന. പക്ഷേ ചികിത്സിച്ച ഡോക്ടർ സോറി പറഞ്ഞെന്നും ആവശ്യപ്പെടാത്ത ചികിത്സ എന്തിനു നൽകിയെന്നും കുടുംബം. ഡോക്ടർ തന്നെ സമ്മതിച്ചാണ് വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതിന് ഒരു പേപ്പറിൽ എഴുതി തന്നതാണ്. മൂപ്പര് സൈൻ ചെയ്ത് എല്ലാം അതിൽ ആ പേപ്പറിൽ കറക്റ്റ് എഴുതി തന്നിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ ചെയ്യില്ല, വേറെ ഒരു ഓപ്പറേഷൻ ചെയ്യുക, വീഴ്ച തന്നെ. പിന്നെ എന്തോലും വീഴ്ച പറ്റിയില്ല എന്ന് പറയുന്നത് നല്ലൊരു വീഴ്ച തന്നെയാണ്. ഡോക്ടർമാരുടെ ശ്രദ്ധക്കുറവ്. സൂപ്രണ്ട് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇത് ധൃതി പിടിച്ചുള്ള നടപടിയാണെന്നായിരുന്നു സംഘടനയുടെ ആരോപണം. മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ 21 ശസ്ത്രക്രിയകളാണ് ഡോക്ടർ ബിജോൺ ജോൺസൺ ചെയ്യേണ്ടിയിരുന്നത്. ഇതിൽ 3 കേസുകൾ നാക്കുമായി ബന്ധപ്പെട്ടതായിരുന്നു. കേസ് ഫയൽ കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ വീഴ്ച സംഭവിക്കില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.